വെള്ളാപ്പള്ളി നടേശന്റെ ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ അദ്ദേഹവും BJP-യിലേക്കാണോ എന്ന് നമുക്ക് തോന്നിപ്പോകും. മകൻ ഓൾറെഡി NDA സ്ഥാനാർത്ഥിയായി നിൽക്കുന്നുമുണ്ട്. ഇപ്പോൾ എന്തായാലും PC ജോർജിനിട്ട് കണക്കിന് കൊടുത്തിരിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ. കേരള രാഷ്ട്രീയത്തിൽ ഒരു രക്ഷയില്ലാത്ത രാഷ്ട്രീയ നേതാവാണ് PC ജോർജ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത്രയും അപഹാസ്യനായ മറ്റൊരു നേതാവ് ഉണ്ടാവില്ല. ദരിദ്രവാസിയും നിലപാടില്ലാത്തതുമായ നേതാവാണ് PC ജോർജ് എന്ന് അദ്ദേഹം പറഞ്ഞു. അതേപോലെ ഉമ്മൻചാണ്ടിയെയും പിണറായിയെയും ചീത്ത വിളിച്ച ആളാണ് PC ജോർജ് എന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. പന്നയായ രാഷ്ട്രീയ നേതാവാണ് PC ജോർജ്. ഇപ്പോൾ ആർക്ക് വേണം PC ജോർജിനെ? ആർക്കും വേണ്ടാതായപ്പോൾ PC ജോർജ് BJP-യിൽ ചേർന്നു. ജനപക്ഷം എന്ന പാർട്ടി അങ്ങനെ ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്ന ദിവസം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ PC ജോർജിന് ദയനീയ പരാജയം ഉണ്ടാകുമെന്നും BJP-ക്കാർ പോലും PC ജോർജിന് വോട്ട് ചെയ്യുമോ എന്ന സംശയം തനിക്കുണ്ടെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. NK പ്രേമചന്ദ്രൻ പ്രധാനമന്ത്രിയോടൊപ്പം ഭക്ഷണം കഴിച്ചതിൽ തെറ്റില്ല എന്ന പക്ഷത്തിലാണ് വെള്ളാപ്പള്ളി നടേശൻ. മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രിക്ക് കൈ കൊടുത്തിട്ടില്ലേ എന്നും വെള്ളാപ്പള്ളി ചോദിക്കുകയാണ്. തോമസ് ചാഴിക്കാടൻ കോട്ടയത്ത് LDF സ്ഥാനാർത്ഥിയാകുമെന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെന്നും അതിൽ പുതുമയില്ലെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. VD സതീശനും K സുധാകരനും ഒരുമിച്ച് സമരാഗ്നി യാത്ര നടത്തുന്നത് ഒരുമയില്ലാത്തത് കൊണ്ടാണെന്നും വെള്ളാപ്പള്ളി നടേശൻ കുറ്റപ്പെടുത്തി. ബാക്കി എല്ലാ പാർട്ടികളിലും ഒരാളാണ് യാത്ര നയിക്കുന്നത്. രണ്ടാൾ യാത്ര നടത്തുന്നതിന് അർത്ഥം നേതൃത്വം ഒരാളല്ല രണ്ടാളാണെന്നുള്ളതാണ്. നേതൃത്വത്തിന്റെ തമ്മിത്തല്ലാണ് ഇതിലൂടെ വെളിവാവുന്നതെന്നും വെള്ളാപ്പള്ളി നടേശൻ കുറ്റപ്പെടുത്തി. രമേശ് ചെന്നിത്തല കോൺഗ്രസിലെ മാന്യനാണ്. ഇപ്പോൾ തലപ്പത്തിരിക്കുന്നവർ തറ പറ പറയുന്നവരാണെന്നും വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു. തുഷാർ വെള്ളാപ്പള്ളിയുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോടും അദ്ദേഹം പ്രതികരിച്ചു. സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെടുന്ന വാർത്തകൾ പത്രത്തിൽ വായിച്ചിരുന്നു. തുഷാർ വിജയിക്കുമോ എന്നത് ഞാൻ പറയുന്നില്ല. അപ്രിയ സത്യങ്ങൾ പറയാതെ ഇരിക്കുന്നതാണ് നല്ലതെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. നരേന്ദ്രമോദിയെ ഇളക്കാൻ ആര് വിചാരിച്ചാലും സാധിക്കില്ലെന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് പോലും മോദിയെ ഒരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല എന്നും പ്രതിപക്ഷ പാർട്ടികൾ ഒന്നിച്ചു നിൽക്കുന്നില്ല. നരേന്ദ്രമോദി ഇനിയും 5 കൊല്ലം കൂടി ഭരിക്കുമെന്ന് ഉറപ്പാണെന്നും വെള്ളാപ്പള്ളി നടേശൻ ഊന്നി പറയുന്നുണ്ട്. ഇതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, വെള്ളാപ്പള്ളി നടേശൻ BJP-യിലേക്കെന്ന് തന്നെ. BJP ആശയവും നരേന്ദ്രമോദിയെയും ഇത്രയധികം സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ട് എങ്കിൽ അദ്ദേഹം BJP-കാരനാണ്, BJP-യിലേക്ക് തന്നെ എന്ന് നമുക്ക് ഉറപ്പിക്കാം. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.